എല്ലാവർക്കും നമസ്കാരം. കേട്ടൊരു പരീക്ഷ എത്താറായി അല്ലേ? ഇനി ഒരു 10-15 ദിവസം കൂടി മാക്സിമം ഉള്ളൂ എന്നറിയാം. സോ നിങ്ങളുടെ പഠിത്തവും അതുപോലെ തന്നെ റിവിഷനും ഒന്നിച്ച് നടക്കണം. ഓക്കെ, ഇനി അധികം പഠിച്ച് തല പുകയ്ക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യിക്കാൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ കേഡറ്റിനോ സെറ്റിനോ നെറ്റിനോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ആരെങ്കിലും ഇത് കാണുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരെ അറിയാമെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം നിങ്ങൾ കമന്റ് ബോക്സിലോ ലൈക്കുകളായിട്ടോ തരുന്ന എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയധികം നന്ദി. നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. റൈറ്റ്. എന്നായാലും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്നതിൽ ഉപരിയായിട്ട് ചില കാര്യങ്ങളൂടെ മനസ്സിലാക്കാനുള്ള തരത്തിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു വർക്ക് എഴുതുമ്പോൾ അതിന് ഫോം ഉണ്ടായിരിക്കും, ജോണർ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ജാനറ എന്നൊക്കെ പല ആൾക്കാർ പറയുന്നത് പോലെ അതിനെ നിങ്ങൾക്ക് നോവലായിട്ട് എഴുതാം, പോയമായിട്ട് എഴുതാം, ഡ്രാമയായിട്ട് എഴുതാം. ഈ ഫോർമാറ്റുകളിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ അത് ഏത് ജോണറിലാണ് എഴുതിയിട്ടുള്ളത്? അതൊരു ഗോത്തിക് എലമെന്റ് ആണോ, ത്രില്ലർ ആണോ, അല്ല ഇങ്ങനെ പല രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റും. പാസ്റ്ററൽ റൊമാൻസ് ആണോ, എങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. സോ ആ രീതിയിൽ ചില വർക്കുകളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഇപ്പോൾ സെറ്റിന്റെ പരീക്ഷക്കാരായാലും കേട്ടറ്റിന്റെ പരീക്ഷ പഠിക്കുന്നവർക്കായാലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം. റൈറ്റ്. എന്തായാലും ഞാൻ അധിക സമയം കളയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഞാൻ സംസാരിക്കുന്ന ഓരോ വർക്കുകളും അത് പറഞ്ഞു തുടങ്ങും. അതിന് ചോദ്യ രൂപത്തിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. ഒരു 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ആൻസർ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുക. ഇതെന്നായാലും നമുക്ക് ഉപകാരപ്പെടും. എന്തായാലും ഇത് ഓർത്ത് വെക്കാനും കൂടെ ഒന്ന് ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, പാരഡൈസ് ലോസ്റ്റ്. പാരഡൈസ് ലോസ്റ്റ് ഏത് ജാനറിലാണ് എഴുതിയിട്ടുള്ളത്? ബിബ്ലിക്കൽ അലഗറി ആണോ, ട്രാജിക് എപ്പിക് ആണോ, എപ്പിക് പോയം ആണോ, മോറൽ റൊമാൻസ് ആണോ? മനസ്സിലാക്കാം. ഇത് എപ്പിക് പോയം എന്നുള്ള രീതിയിലാണ് ജോൺ മിൽട്ടൺ 1667 ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആദ്യമായി 1667 പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് 10 ബുക്കുകളായിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ കഥ അറിയുന്നുണ്ടായിരിക്കും. ആദവും ഈവും പാരഡൈസിൽ നിന്ന്, അതായത് സ്വർഗം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പാരഡൈസിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. സൈറ്റൻ അല്ലെ, സൈറ്റൻ ചെകുത്താൻ, അദ്ദേഹം ഒരു പാമ്പിന്റെ വേഷത്തിൽ വന്ന് ഈവിനെ ഏപ്പിളൊക്കെ തിന്നിക്കുന്നു. റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെ പാരഡൈസിൽ നിന്ന് പുറത്താക്കിപ്പിക്കുന്നു. ഈ കഥയാണ് പാരഡൈസ് ലോസ്റ്റിൽ ഇദ്ദേഹം പറയുന്നത്. ഇനി ജോൺ മിൽട്ടൺ ഇത് 1667 10 ബുക്കുകളായിട്ട് ഇറക്കുന്നുണ്ടെങ്കിലും ഇതിനെ റിവൈസ് ചെയ്ത് 12 ബുക്കുകളാക്കുന്ന ഒരു വർഷമുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോ. എന്നിരുന്നാലും ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പാരഡൈസ് ലോസ്റ്റ് എഴുതുന്നത്. ഇത് ക്ലാസിക്കൽ എപ്പിക് കൺവെൻഷൻസിനൊക്കെ ഒരു ഉദാത്തമായിട്ടുള്ള മാതൃകയാണ്. ഏതൊക്കെയാണ് നമ്മൾക്ക് അറിയുന്ന ഇന്ത്യൻ എപ്പിക്കുകൾ? മഹാഭാരതവും രാമായണവും ഒക്കെ പോലെ. ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് റിലീജിയസ് ആസ്പെക്റ്റിലാണ് വരുന്നത്. അവിടെ പോകുമ്പോൾ റിലീജിയസ് ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ വർക്കിനെ സംബന്ധിച്ച് ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ളത്. അടുത്ത വർക്കിലേക്ക് പോകാം. സോങ് ഓഫ് മൈസെൽഫ്. ഇതിന്റെയും റോണറാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇന്ന് സംസാരിക്കേണ്ട എല്ലാ വർക്കുകളുടെയും റോണറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇത് എപ്പിക് ആണോ, ഡ്രമാറ്റിക് മോണലോഗ് ആണോ, ഫ്രീ വേഴ്സ് ആണോ, അല്ലെങ്കിൽ പാസ്റ്ററൽ എലിജി ആണോ? ഇത് വാൾട്ട് വിറ്റ്മാൻ എന്ന അമേരിക്കൻ കവി 1555 ഫ്രീ വേഴ്സ് എന്ന് പറയുന്ന ലിറിക് ഫോർമാറ്റിലാണ് എഴുതുന്നത്. ഫ്രീ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ സിലബിക്കിലോ ഒക്കെ എഴുതേണ്ടതായിരുന്നു. അതിലൊന്നും അല്ല എഴുതുന്നത്. ബേസിക്കലി ഫ്രീ വേഴ്സിൽ എഴുതുന്നത് കൊണ്ട് തന്നെ ഇത് പ്രോപ്പർ നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്ന റൈമും മീറ്ററിലും ഒന്നുമല്ല എഴുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫ്രീ വേഴ്സിലാണ് എഴുതുന്നത്. അടുത്തത് ഡെമോക്രസി, അതുപോലെ സെൽഫ്, ആത്മീയത എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ബേസിക്കലി ഈ വർക്ക് എഴുതി പുറത്തിറക്കുന്നത്. അപ്പൊ ഫ്രീ വേഴ്സിലായിരുന്നു. വാൾട്ട് വിറ്റ്മാൻ ആണ് ഇത് എഴുതുന്നത്. എ ഡോൾസ് ഹൗസ്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നോറയുടെ കഥ അല്ലെ? ചോദിച്ച് പഴകിയ ചോദ്യമാണ്. എന്നിരുന്നാലും ഇത് റൊമാൻറ്റിക് ട്രാജഡി ആണോ, റിയലിസ്റ്റ് സോഷ്യൽ ഡ്രാമയാണോ, അബ്സർഡിസ്റ്റ് തിയേറ്റർ ആണോ, സിംബലിസ്റ്റ് ഡ്രാമയാണോ? ഇത് റിയലിസ്റ്റ് സോഷ്യൽ ഡ്രാമ എന്ന് പറയുന്ന ഗണത്തിലാണ്. ഇത് നമ്മുടെ ഹെൻറിക് ഇബ്സൺ 1879 എഴുതുന്നത്. ബേസിക്കലി നമുക്കറിയാം, ഇത് പഠിച്ചവരായിരിക്കും നമ്മളെല്ലാവരും ഡിഗ്രിയിൽ. ഫെമിനിസ്റ്റ് ആട്രിബ്യൂട്ട്സ് ഉള്ള നല്ലൊരു വർക്കാണ്. കാരണം ഇതിന്റെ അവസാനം എന്താ ഉണ്ടാവുന്നത്? അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ ഫെമിനിസ്റ്റ് ആട്രിബ്യൂട്ടിലുള്ള നമ്മുടെ നായിക
അല്ലെ? അവര് വാതിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി അവർ പുറത്തിറങ്ങി പോയി ഫ്രീഡം നേടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു സിംബലിസ്റ്റ് നിയമങ്ങൾ, അല്ലെ? നമ്മൾ അങ്ങനെ പറഞ്ഞാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ വേറൊരു രീതിയിലും ചിന്തിക്കാം. അവര് പുറത്തിറങ്ങി പോയി എന്ന് പറയുന്നില്ല, വാതിൽ അടച്ചു എന്നേ പറയുന്നുള്ളൂ. റൈറ്റ്? വാതിൽ ഉള്ളിൽ നിന്നും അടയ്ക്കാം, പുറത്തുനിന്നും അടയ്ക്കാം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. എനിവേ, അപ്പോ ഇത് പറയുന്നത് മാരേജിനെയും മിഡിൽ ക്ലാസ് മൊറാലിറ്റിയും ആണ് വിമർശിക്കുന്നത്. ബേസിക്കലി നമുക്കറിയാം അത് ഏത് ഏജിലാണ് ഇംഗ്ലണ്ടിൽ ഇത് എഴുതപ്പെടുന്നത്. വിക്ടോറിയൻ ഏജിലാണ്. വിക്ടോറിയൻ ഏജിലുണ്ട് പറയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അടുത്തത് ദ സെക്കൻഡ് കമ്മിങ് എന്നുള്ളതാണ്. നറേറ്റീവ് പോയമാണോ, റൊമാൻറ്റിക് ഓടാണോ, മോഡേണിസ്റ്റ് സിംബലിക് പോയമാണോ, എപ്പിക് ഫ്രാഗ്മെന്റ് ആണോ? ഇത് ഡബ്ല്യു ബീച്ച്, പ്രശസ്തനായ ഡബ്ല്യു ബീച്ച് 1919 മോഡേണിസ്റ്റ് സിംബലിക് പോയം എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ട് രൂപവൽക്കരിച്ചിട്ടുള്ള മിത്തുകളും അതുപോലെ അപ്പോക്കാലിക് സിംബലിസം ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. റൈറ്റ്? അദ്ദേഹത്തിന്റെ ഒരു ലോകത്തിലാണ് അദ്ദേഹം ബേസിക്കലി എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ചിന്തകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ 1919 എന്ന് പറയുന്ന വർഷം എന്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ്? ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള വർഷമാണ്, അല്ലെ? 1914 തൊട്ട് 18 വരെയുള്ള ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞ് ആൾക്കാർക്ക് ജീവിതം വേണമോ, ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ, നമ്മൾ ഈ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നൊക്കെ പോയിന്റ് വരുന്നുണ്ടല്ലോ, ആ രീതിയിൽ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു ടൈമിലാണ് സെക്കൻഡ് കമ്മിങ് വരുന്നത്. അടുത്തത് ദ വേസ്റ്റ് ലാൻഡ്, മോസ്റ്റ് ഫേമസ് ആൻഡ് മോസ്റ്റ് റിപ്പീറ്റഡ്, അല്ലെ? നറേറ്റീവ് എപ്പിക് ആണോ, റൊമാൻറ്റിക് ഓടാണോ, മോഡേണിസ്റ്റ് ഫ്രാഗ്മെന്റഡ് പോയമാണോ, സിംബലിസ്റ്റ് ബെല്ലാഡ് ആണോ? മോഡേണിസ്റ്റ് ഫ്രാഗ്മെന്റഡ് പോയമായിട്ടാണ് ടി.എസ്. എലിയറ്റ് 1922 ഈ പുസ്തകം പുറത്തിറക്കുന്നത്, ഈ ഒരു പോയം പുറത്തിറക്കുന്നത്. റൈറ്റ്? ഇതിന്റെ ഫസ്റ്റത്തെ വരി എന്താണ്? ഇഷ്ടം പോലെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാ. ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറയുന്ന വരിയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഇത് 5 പാർട്ടുകളായിട്ടാണ് എഴുതുന്നത്. ഇതിന്റെ അവസാനത്തെ വരി ഫേമസ് ആണ്. അദ്ദേഹം ഒരു ഫിലോസഫർ കൂടിയായിരുന്നു. അദ്ദേഹം നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ പോയം എന്ത് വാക്ക് ഉപയോഗിച്ചിട്ടാണ് നിർത്തുന്നത്? ഒരു വാക്ക് 3 തവണ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം നിർത്തുന്നത്. അറിയുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇന്ത്യൻ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. റൈറ്റ്? എനിവേ, അടുത്തതിലേക്ക് പോവാം. ദ മെറ്റമോർഫോസിസ് സയൻസ് ഫിക്ഷൻ ആണോ, സറിയൽ അലഗറി ആണോ, മോഡേണിസ്റ്റ് നോവലയാണോ, സൈക്കോളജിക്കൽ റിയലിസം ആണോ? മോഡേണിസ്റ്റ് നോവൽ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് നോവലുകൾ വേറെയാണ്, നോവലുകൾ വേറെയാണ്, ഷോർട്ട് സ്റ്റോറികൾ വേറെയാണ്, അല്ലെ? ഓരോന്നിനും ഓരോ രീതിയിലാണ് എഴുതുന്നത്. അത് ഓരോന്നും എഴുതുമ്പോഴും ഓരോ ഫോർമാറ്റും അതുപോലെ തന്നെ ഇത്ര പേജ് എന്ന് പറയുന്ന കണക്കിലൊക്കെ ഉണ്ട്. അതായത് ഒരിക്കലും ഒരു ഷോർട്ട് സ്റ്റോറി 200 പേജിൽ എഴുതാൻ പറ്റില്ല. അത് ഷോർട്ട് സ്റ്റോറി ആയിട്ടല്ല കണക്കാക്കപ്പെടുക. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഒരു മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ഫ്രാൻസ് കാഫ്ക 1915 എഴുതുന്നത് ഒരു നോവല് ആയിട്ടാണ്. അത് ബേസിക്കലി ഏലിയനേഷൻ, അതുപോലെ അബ്സേർഡ് എന്ന് പറയുന്ന അബ്സേർഡ് തിയേറ്റർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറയുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. എന്താണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന വാക്കിന്റെ മലയാള അർത്ഥം? രൂപം മാറുക, രൂപാന്തരണം, രൂപമാറ്റം എന്ന് പറയുന്ന ഐഡിയ ആണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന വാക്കിനുള്ളത്. എന്താണ് ഈ വാക്ക് കൊണ്ട് ഈ കഥയിൽ, ഈ നോവലിൽ ഉദ്ദേശിക്കുന്നത്? ഇതിലെ നായകൻ ഒരു ദിവസം നമ്മളെ പോലെ രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ ഒരു കൂറ അല്ലെങ്കിൽ പാറ്റയായിട്ട് രൂപമാറ്റം വരുന്നു. അതാണ് മെറ്റമോർഫോസിസ്. രൂപമാറ്റം, രൂപാന്തരണം. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ രാവിലെ 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക് എണീക്കുമ്പോൾ ഒരു കൂറയോ പാറ്റയോ പല്ലിയോ പാമ്പോ ആയിട്ട്, കാളയോ ആയിട്ട് എണീക്കുക എന്ന് പറയുന്നത്? അങ്ങനെയുള്ള ഒരാളുടെ ജീവിതമാണ് പറയുന്നത്. ഇതിന്റെ അവസാനം നായകൻ മരിച്ചു പോകുന്നുണ്ട്. നായകനെ അതിനിടയിൽ അന്വേഷിച്ച് ഓഫീസിൽ നിന്ന് ആള് വരുന്നുണ്ട്. ഈ നായകന്റെ അച്ഛനും അമ്മയൊക്കെ ഇവനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഒരു ഒരു പ്രത്യേക അവസ്ഥയിലാണല്ലോ എല്ലാവരും കടന്നു പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ കാഫ്കയാണ് മെറ്റമോർഫോസിസ് എഴുതുന്നത്. മോഡേണിസ്റ്റ് നോവലായിട്ടാണ് അറിയുന്നത്. ഇനി മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ, നാച്ചുറലിസ്റ്റ് ട്രാജഡി ആണോ, ഹിസ്റ്റോറിക്കൽ മെലോ ഡ്രാമയാണോ, എപ്പിക് തിയേറ്റർ ആണോ, എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമയാണോ? എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന ബെർട്ടോൾട്ട് പ്രൊജക്ട് അധികായനായിട്ടുള്ള അദ്ദേഹം തുടങ്ങി വെക്കുന്ന തിയേറ്റർ ഫോർമാറ്റിലാണ്. ഇപ്പൊ അതിന് വേറൊരു എക്സാമ്പിൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അബ്സേർഡ് ഡ്രാമകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ?
അബ്സേർഡ് ഡ്രാമകൾ അതുപോലെ ഒരു തിയേറ്ററാണ്, ഡ്രാമ തിയേറ്ററാണ് എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. അന്നത്തെ ഫോർമാറ്റിൽ നിന്ന് വളരെയധികം വ്യത്യാസമായിട്ട് ആൾക്കാരെ കുറച്ച് ത്രില്ല് ചെയ്യിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന, അതായത് ഹൊറർ കോമഡി അല്ല, ഹൊറർ അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്, വേറെ തരത്തിൽ. അങ്ങനെയാണ് എപ്പിക് തിയേറ്ററിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ബർട്ടോൾട്ട് പ്രജക്റ്റ് ആണ് 1939 മദർ കറേജ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എഴുതുന്നത്. ഇതിലാണ് എലിയനേഷൻ ടെക്നിക്കുകൾ, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരാള് അതില് പ്രജക്റ്റ് പറയുന്നത് തന്നെ ഒരാൾ എങ്ങനെയാണ് ഇത്രയും കാലം ഈ ഒരു ഡ്രാമ ഫോർമാറ്റ് കണ്ടുകൊണ്ടിരുന്നത്, പ്ലേ കണ്ടുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് വ്യത്യാസം എന്തെങ്കിലും വരുത്തിയാലല്ലേ പുതിയൊരു ഫോർമാറ്റ് വരും. ആ ഫോർമാറ്റ് വ്യത്യാസത്തിലാണ് എപ്പിക് തിയേറ്റർ വരുന്നത്. റൈറ്റ്. ഇനി അടുത്തത് ദ സ്ട്രേഞ്ചർ. സൈക്കോളജിക്കൽ റിയലിസം ആണോ, എക്സിസ്റ്റൻഷ്യൽ നോവലാണോ, നാച്ചുറലിസ്റ്റ് ഫിക്ഷൻ ആണോ, അലഗോറിക്കൽ റൊമാൻസ് ആണോ? ഇത് ആൽബർട്ട് കാമോ എന്ന് പറയുന്ന എക്സിസ്റ്റൻഷ്യൽ, അതിന്റെ തലതൊട്ടപ്പൻ. ഇദ്ദേഹം വേറെ ഫോർമാറ്റുകളിലും വരുന്നുണ്ട്. ഓക്കെ. കാമോ ആണ് എക്സിസ്റ്റൻഷ്യൽ നോവലായിട്ട് 1942 ദ സ്ട്രേഞ്ചർ കൊണ്ടുവരുന്നത്. ഇത് അബ്സേർഡിസം എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സേർഡ് ഡ്രാമയുടെ ഗണത്തിലൊക്കെ വരുന്നതാണ് അബ്സേർഡിസം. റൈറ്റ്. അതുപോലെ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചും കൂടിയാണ് ഇത് പറയുന്നത്. അതിലെ നായകന്റെ ജീവിതം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്. എനിവേ, അടുത്തത് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ചോദിച്ച് പഴകിയ ഒരു പോർട്രേറ്റ് ആണ്. ക്ലാസിക്കൽ ട്രാജഡി ആണോ, സോഷ്യൽ കോമഡി ആണോ, മോഡേൺ ട്രാജഡി ആണോ, എപ്പിക് ഡ്രാമയാണോ? മോഡേൺ ട്രാജഡിയാണിത്. ആർതർ മില്ലറാണിത് എഴുതുന്നത്. 1949 ഒരു സെയിൽസ്മാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെ, നമ്മളെ പോലെ സാധാരണക്കാരനായ മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യുന്നു, അവസാനം പൈസ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഡെത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം സ്വയം പോയി മരിക്കുന്ന ഒരു ഏരിയയിലാണ് എത്തപ്പെടുന്നത്. നോക്കൂ, പൈസ കിട്ടാൻ വേണ്ടി തൻ്റെ തന്നെ ജീവൻ കളഞ്ഞ് തൻ്റെ കുടുംബത്തിനെ രക്ഷിക്കുന്ന ഒരു അമേരിക്കനായിട്ടുള്ള നായകൻ. നമ്മുടെ എന്താ പറയുക, സ്വപ്നങ്ങളിൽ അമേരിക്കയിലുള്ള ഒരാളെന്ന് പറയുമ്പോൾ പണക്കാരൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് എഴുതുന്ന വർഷവും കൂടെ പ്രധാനപ്പെട്ടതാണ്, 1949. അവിടെയും ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് വരുന്നുണ്ട്, സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇത് എഴുതപ്പെടുന്നത്. റൈറ്റ്. വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് പറയേണ്ട കാര്യമില്ല, ചോദിച്ച് പഴകിയ ചോദ്യമാണ്, സ്റ്റിൽ റെലവെന്റ് ആണ്. ട്രാജിക് ഡ്രാമയാണോ, സോഷ്യൽ റിയലിസം ആണോ, അബ്സേർഡിസ്റ്റ് പ്ലേ ആണോ, ഹിസ്റ്റോറിക്കൽ പ്ലേ ആണോ? സാമുവൽ ബെക്കറ്റ് എന്ന് പറയുന്ന ഇതിന്റെ അധികായൻ 1953 നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എഴുതുമ്പോൾ അത് അബ്സേർഡിസ്റ്റ് പ്ലേ ആയിട്ടാണ്. അധികം ആർക്കും ഇത് വായിച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ളതല്ല അതിനർത്ഥം. അതിനൊരു അർത്ഥമുണ്ട്. ഒന്നുമില്ലാത്തതും എന്തെങ്കിലും അർത്ഥം കാണിക്കുന്നുണ്ടെന്ന് പറയില്ല, നമ്മൾ പറയാറില്ല സൈലൻസ് ഈസ് ഓൾസോ ആൻ ആൻസർ, അല്ലെങ്കിൽ അതും ഒരു റിപ്ലൈ ആണെന്ന് പറയാറില്ല. അതുപോലെ അപ്പൊ അബ്സേർഡിസവും റിപ്ലൈ ആണ്. ഇതും വേൾഡ് വാർ 2 കഴിഞ്ഞിട്ടുള്ള ഡ്രാമയാണ്. ഇവിടെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് കാണാം, വെയിറ്റിംഗ് ഫോർ ഗോഡ്. ഇതിലെ 4 ക്യാരക്ടേഴ്സിനെ അറിയാം. ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ കോമഡി അല്ലേ. ലക്കി, ഒരു ലക്കും ഇല്ലാത്ത ഒരാളാണ് ലക്കി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്യാരക്ടർ അറിയുന്നുണ്ടായിരിക്കും. പോസോ, പിന്നെ 2 പേര്. അവരാണ് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കാത്തു നിൽക്കുന്നത്. ആരെങ്കിലും ഒക്കെ വരുന്നു പറഞ്ഞ ആര് വരും, എപ്പോ വരും, എന്ന് വരുമോ ഒരു പിടുത്തവും ഇല്ല. സ്റ്റിൽ വെയിറ്റിംഗ്. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസും കൂടെ കാണിക്കുന്ന ഡ്രാമയാണ്, അബ്സേർഡിസ്റ്റ് പ്ലേ ആണ് സാമുവൽ ബെക്കറ്റിന്റെ 1953 ഇറങ്ങുന്ന വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ ചോദിച്ച് ഇതേപോലെ പഴകിയതാണ്. എപ്പിക് റൊമാൻസ് ആണോ, നോവലാണോ, ഷോർട്ട് സ്റ്റോറി ആണോ, അലഗോറിക്കൽ ഫേബിൾ ആണോ? ഇത് നോവല ടൈപ്പിൽ വരുന്ന ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന പ്രശസ്തനായ ആളുടെ 1952 ഇറങ്ങുന്ന ഷോർട്ട് നോവലാണ്. നമുക്കറിയാം, ഒരാള് ഒരു മീനിനെ പിടിക്കാൻ വേണ്ടി കടലിൽ പോകുന്നു. സിമ്പിൾ സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹം വലിയൊരു മീനിനെ പിടിക്കുന്നു, തിരിച്ചു വരുന്ന വഴി, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കും, നല്ല സൂപ്പർ കഥകളല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്ന വഴി അതിനെ സ്രാവുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോ നാട്ടുകാർക്കൊക്കെ ഇദ്ദേഹം വയസ്സനായ ദ ഓൾഡ് മാൻ ആണല്ലോ. അദ്ദേഹം തെളിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇറങ്ങി പോകുന്നത്. തിരിച്ചു വരുമ്പോൾ 12 അടി നീളമുള്ള ഒരു വലിയ നമ്മുടെ മീനിനെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും അതിന്റെ എല്ല് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം പിടിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര അത്ഭുതമാവുന്നു, ഇതെങ്ങനെ സാധിച്ചു അല്ലെ. അങ്ങനെ ഉള്ള ഒരു കഥയാണ് അത്. അതില് അടുത്ത നെക്സ്റ്റ് ആയിട്ട് വരുന്നത് തിങ്സ് ഫോൾ അപ്പാർട്ട്. ചോദിച്ച് പഴകിയതാണ്, സ്റ്റിൽ റെലവെന്റ് ആണ്. കൊളോണിയൽ റൊമാൻസ് ആണോ, ഹിസ്റ്റോറിക്കൽ എപ്പിക് ആണോ, പോസ്റ്റ് കൊളോണിയൽ നോവൽ ആണോ, മോഡേണിസ്റ്റ് നോവല്ലയാണോ?
ചിനു അച്ഛബെ 1958 കൊളോണിയലിസത്തിനെതിരായിട്ട് എഴുതുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ നോവൽ. ഇത് ആഫ്രിക്കൻ സൊസൈറ്റിനെ കുറിച്ച്, ആഫ്രിക്കൻ കാര്യങ്ങളെക്കുറിച്ച്, ആഫ്റ്റർ കൊളോണിയലിസത്തിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ചിനുവ അച്ഛബെയുടെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. ഇതിലെ ഗോത്രം, ട്രൈബിനെ കുറിച്ച് നമുക്കറിയാം, അതിന്റെ ഹെഡിനെ കുറിച്ച് നമുക്കറിയാം. ഇത് ചോദിച്ച് നമുക്ക് പരിചയമുള്ള ഒരു നോവൽ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം കടക്കാത്തത്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിടുക, ബാക്കിയുള്ളവർക്കും ഉപകാരമാവും. ദ ചെറി ഓർക്കാഡ്, ഓർച്ചാഡ് എന്നൊക്കെ വായിക്കാം. റൊമാൻറ്റിക് ട്രാജഡിയോ, ട്രാജി കോമഡിയോ, മെലോ ഡ്രാമ ഓർ ഫാസ്. ഇത് ട്രാജി കോമഡി വിഭാഗത്തിൽ ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന ആള് 1904 എഴുതുന്നതാണ്. കോമിക് ഫോം വിത്ത് അണ്ടർഗ്രൗണ്ട് അണ്ടർടോൺസ്, ട്രാജിക് ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന ഒരു ട്രാജി കോമഡിയാണ് ഇത്. ചെറിയ ഓർച്ചാഡ് എന്ന് പറയുന്നത് ആന്റൺ ചെക്കോവ് കൊണ്ടുവരുന്നു. 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. നല്ല രസമാണ് വായിക്കാൻ. റൈറ്റ്. ഇത് സോഷ്യൽ റിയലിസം ആണോ, മോഡേണിസ്റ്റ് നോവലാണോ, മാജിക് റിയലിസ്റ്റ് നോവലാണോ, പൊളിറ്റിക്കൽ അലഗറിയോ? ഇത് ബേസിക്കലി വരുന്നത് മാജിക് റിയലിസം. എന്തുകൊണ്ട്? ഗാർഷ്യ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്സ് എന്ന് പറയുന്ന ആൾ 1967 ഇത് ആദ്യം പുറത്തിറക്കും. ഇതിന്റെ ഒരു വിവരണം കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ബാബു രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോ കിടപ്പുണ്ട്. ആരാണ് മാർക്കസ് എന്നറിയണമെങ്കിൽ ബാബു രാമചന്ദ്രൻ മാർക്കസ് എന്ന് പറയുന്നത് അടിച്ചു കൊടുത്താൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ നിലവിലുള്ള അടിപൊളി നല്ല ഒരു മാർക്കസിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ കേൾക്കാം. ബാബു രാമചന്ദ്രൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ ഒരാളാണ് ജൂലിയസ് മാനുവൽ എന്ന് പറയുന്ന ആള്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷ് ജോർജ് കുളങ്ങര. ഇതൊക്കെ നിങ്ങളൊന്ന് റഫർ ചെയ്ത് നോക്കൂ. നമ്മളുടെ ഒരു പൊതുവിജ്ഞാനം, നമ്മളുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അറിവ്, നോളജ് കൂട്ടാൻ ഇവരുടെയൊക്കെ സഹായിക്കും സ്റ്റിൽ. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊരു മാജിക് റിയലിസ്റ്റ് നോവലാവാൻ എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴും തങ്ങിക്കിടക്കുന്നതാണ്. ഇവരുടെ സ്ഥലത്ത് ഒരു 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരാഴ്ച ഇപ്പൊ മഴ പെയ്താലേ റോഡ് മുഴുവൻ കുട്ടിച്ചോറാവും, ബാക്കി നമ്മൾ മഴയെ പ്രാകാൻ തുടങ്ങും. അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഇത് മാജിക്കൽ റിയലിസം ആകുന്നു? 4 വർഷം അവിടെ മഴ പെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് 4 വർഷത്തിന്റെ കഥയൊക്കെ കഠിനമാണ്. മഴ പെയ്യുന്നതോടുകൂടി കൃഷി നശിക്കുന്നു, വാഴത്തണ്ടുകളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുന്നു, പരന്നു പോകുന്നു. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലുള്ളത്. ഇതുപോലത്തെ പലതും ഉണ്ട്. അതുപോലെ ചുമരിൽ നിന്ന് ചുമര്, അതായത് നമ്മൾ ഈ കാണുന്ന ചുമരെല്ലാം മാന്തി കഴിക്കുന്ന ഒരു പെൺകുട്ടി അതിലുണ്ട്. ആലോചിച്ച് നോക്ക്. ചോറിന് പകരം അതിരുന്ന് ഇങ്ങനെ കഴിക്കുക, സിമെന്റും മണലും ഒക്കെ ചേർത്തിട്ട്. റൈറ്റ്. ഇതുകൊണ്ടാണ് മാജിക്കൽ റിയലിസം. നമുക്ക് വായിക്കുമ്പോൾ ഇത് സത്യമാണെന്ന് തോന്നും, പക്ഷെ അത് സത്യമായിരിക്കില്ല. അടുത്തത് വൈറ്റ് സർഗാസോസിയാണ്. ഗോത്തിക് റൊമാൻസ്, കൊളോണിയൽ അഡ്വഞ്ചർ, പോസ്റ്റ് കൊളോണിയൽ റിവിഷനിസ്റ്റ് നോവൽ, വിക്ടോറിയൻ സോഷ്യൽ നോവൽ. പോസ്റ്റ് കൊളോണിയൽ റിവിഷനിസ്റ്റ് നോവലായിട്ടാണ് ജീൻ റൈസ് 1966 വൈറ്റ് സർഗാസോസി എഴുതുന്നത്. ഇത് ബേസിക്കലി ജെയിൻ അയർ എന്ന് പറയുന്ന നോവലിന്റെ ഒരു റീറൈറ്റിംഗ്, പോസ്റ്റ് കൊളോണിയൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു നോവലാണ് വൈറ്റ് സർഗാസോസി ജീൻ റൈസ് എഴുതുന്നത്. ഗോര, ഹിസ്റ്റോറിക്കൽ എപ്പിക്, സോഷ്യൽ നോവൽ, അലഗോറിക്കൽ റൊമാൻസ്, പൊളിറ്റിക്കൽ സറ്റയർ. ഇതൊരു സോഷ്യൽ നോവലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ടാഗോർ എന്നാണ് ടാഗോറിന് നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയത്. നോബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1913 ഏത് വർക്കിന് വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ, ഇൻട്രോ പാർട്ടിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു കവി എഴുതി കൊടുക്കുന്നുണ്ട്. അത് ആരാണെന്ന് അറിയിക്കിൽ കമന്റ് ചെയ്തോളൂ. നല്ലൊരു ചോദ്യമാണത്. ഓക്കെ. 1910 ഗോര അദ്ദേഹം എഴുതുന്നത്. റൈറ്റ്. അപ്പൊ ടാഗോർ നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരു ഗാനമൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അടുത്തത് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ചോദിച്ച് പഴകിയതാണ്. ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ആണോ, പോസ്റ്റ് മോഡേൺ നോവലാണോ, അല്ലെങ്കിൽ മാജിക്കൽ റിയലിസത്തിൽ പെട്ടതാണോ, സോഷ്യൽ റിയലിസം ആണോ, അലഗോറിക്കൽ നോവലാണോ? ഇത് മാജിക്കൽ റിയലിസവും പോസ്റ്റ് മോഡേൺ നോവലും ഇടകലർത്തി എഴുതിയിട്ടുള്ളതാണ് സൽമാൻ റുഷ്ദി. ഓക്കെ. സാറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് എക്സൈൽ ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കായിരുന്നു അത്. 1981 അദ്ദേഹത്തിന്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന വർക്ക് വരുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ദിവസം, ആ മൊമെന്റിൽ ജനിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് തമ്മിൽ കാണാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള മാജിക്കൽ റിയലിസ്റ്റ് ഐഡിയ വെച്ചിട്ടാണ്
അദ്ദേഹം മിഡ് നൈറ്റ് ചിൽഡ്രൻ 1981 എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഇതൊരു പോസ്റ്റ് മോഡേൺ നോവൽ ആവുന്നതും അതുകൊണ്ട് തന്നെയാണ്. മോഡേണിസം കൺസെപ്റ്റും കൂടെ ഇതിൽ വരുന്നുണ്ട്, ഇന്ത്യയെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. അടുത്തത് ബിലവഡ്. ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ആണോ, സ്ലേവ് നറേറ്റീവ് ആണോ, പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിക്കൽ നോവലാണോ, ഗോത്തിക് നോവലാണോ? പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിക്കൽ നോവലായിട്ടാണ് നമ്മളുടെ ടോണി മോറിസൺ 1987 ഈ ഒരു നോവൽ എഴുതുന്നത്. ഇതിൽ ഒരാളുടെ മെമ്മറി, ഹിസ്റ്ററി, സൂപ്പർ നാച്ചുറൽ കുറച്ച് എലമെന്റുകൾ എല്ലാം വരുന്ന ഒരു നല്ല ബുക്കാണ്. ടോണി മോറിസൺ പ്രധാനപ്പെട്ട ഒരാളാണ്, പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നേടിയിട്ടുള്ള ഒരാളും ബിലോവഡിന് സെപ്പറേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അഗെയിൻ റിപ്പീറ്റഡ്. റീജിയണൽ റിയലിസ്റ്റിലാണോ, പോസ്റ്റ് കൊളോണിയൽ നോവലാണോ, ഫെമിനിസ്റ്റ് അലഗറി ആണോ, ഹിസ്റ്റോറിക്കൽ എപ്പിക് ആണോ? ഇത് അരുന്ധതി റോയ് 1997 എഴുതുന്ന വർക്ക് ഒരു പോസ്റ്റ് കൊളോണിയൽ നോവൽ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. അതെവിടെയാണെന്ന് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ഒരു പുഴയൊക്കെ അവർ രസത്തിൽ പറയുന്നുണ്ട്. ഇത് ബേസിക്കലി ഫെമിനിസവും നേച്ചറും പോസ്റ്റ് കൊളോണിയലിസവും ഒരു ഒരു തറവാടും പഴമ ഉണ്ടല്ലോ, സോ കോൾഡ് ആൻഷ്യന്റ് എന്ന് പറയുന്ന രീതിയിൽ കേരളത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അടിപൊളി വർക്കാ, നല്ല വർക്കാ. സമയം കിട്ടിയ വായിക്കണം, നല്ല വർക്കാ. കേരളത്തിന്റെ ഒരു സാഹചര്യമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അടുത്തത് ദ കൈറ്റ് റണ്ണർ. ഫേമസ് ആണ്. പൊളിറ്റിക്കൽ അലഗറി ആണോ, ബിൽഡങ് സ്ട്രോമൻ വർക്കാണോ, ഹിസ്റ്റോറിക്കൽ എപ്പിക് ആണോ, വാർ മെമ്മോയർ ആണോ? ഇത് ഖലിദ് ഹുസൈനി 2003 എഴുതുന്നത് ബിൽഡങ് സ്ട്രോമൻ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എഴുത്തിലാണ്. ബിൽഡങ് സ്ട്രോമൻ ഇത് ചേർത്ത് പറയുകയാണെങ്കിൽ ബേസിക്കലി ബിൽഡങ് റോമൻ നോവലുകൾ എന്ന് പറയുന്നത് ഒരാളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്തിനെ, മെച്യൂരിറ്റി, അതായത് ഒരാളുടെ തുടക്കകാലം ഘട്ടം തൊട്ടും അയാൾ 5 വയസ്സിലുള്ളത് പോലെ ആവില്ല 10 പോലെ ആവില്ല 15 പോലെ ആവില്ല 20 പോലെ ആവില്ല 25. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ ഗ്രോത്തിനെ കാണിക്കുന്ന, അതായത് ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, ഇതൊരു എന്താ പറയുക, ഫിസിക്കൽ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ മാത്രമല്ല പറയുന്നത്, എല്ലാ തരത്തിലും മോറൽ ഗ്രോത്ത്, അദ്ദേഹത്തിന്റെ ഗ്രോത്ത് എല്ലാം വരുന്ന ഒരു നോവലായിട്ടാണ് നമുക്ക് ഈ ബിൽഡങ്സ് റോമൻ എന്ന് പറയുന്ന തരത്തിലുള്ള നോവലുകളെ കാണാൻ പറ്റുന്നത്. ആ രീതിയിലാണ് കൈറ്റ് റണ്ണർ എന്ന് പറയുന്ന വർക്ക് ഖാലിദ് ഹുസൈനി എഴുതിയിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഇന്ന ടോപ്പിക് വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഞാൻ ശ്രമിക്കാം, തീർച്ചയായിട്ടും. ഞാൻ വേറെ വീഡിയോസും പ്ലാൻ ചെയ്യുന്നുണ്ട്, ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സ്റ്റിൽ. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ താല്പര്യമുള്ള ആൾക്കാർക്ക് തിരിച്ചയച്ചു കൊടുക്കാം. നിങ്ങളുടെ സ്നേഹം ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ യു.